ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പൊതുവെ മലയാള സിനിമയ്ക്ക് നല്ല വർഷം തന്നെയാണ്. ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസ കാലയളവിനിടയിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഒട്ടനവധി ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇക്കഴിഞ്ഞ ജൂൺ മാസം മലയാള സിനിമയ്ക്ക് മോശപ്പെട്ട മാസം തന്നെയാണ്. കേരളത്തിലെ തിയേറ്ററുകളിൽ 21 മലയാള ചിത്രങ്ങളാണ് ജൂൺ മാസം റിലീസ് ചെയ്യപ്പെട്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൽ ഒരു സിനിമ പോലും വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നിരവധി സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്നുണ്ട്. ഒരു പരിധിവരെ അത്യാവശ്യം കളക്ഷൻ ഈ ചിത്രങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്നെങ്കിലും ആവറേജ് കളക്ഷനപ്പുറം ഒന്നും ക്ലീൻ ഹിറ്റ് വിജയത്തിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല. ജൂൺ മാസത്തിലെ മലയാള സിനിമകളുടെ റിലീസിംഗ് തുടങ്ങുന്നത് ജൂൺ 7-നാണ്. അന്ന് 6 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ആൻഡ്രോ ജോസ് പെരേര, എബി ട്രീസ പോൾ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബാബുരാജ്, ജാഫർ ഇടുക്കി, രഞ്ജി പണിക്കർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ഈ ചിത്രം വീക്കെൻഡ് കളക്ഷനായി 1,40,00,000 രൂപയാണ് കേരള ഗ്രോസായി നേടിയത്. അതേസമയം ഈ ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 2.5 കോടി രൂപയുമാണ്. നിലവിൽ ഈ ചിത്രം പരാജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്ത് മണിക്കുട്ടൻ നായകനായ ശ്രീ മുത്തപ്പൻ എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. മധുപാൽ, ജോയി മാത്യു, അനീഷ് പിള്ള എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഇതിഹാസ കഥയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ടാണ് കിട്ടിയിരുന്നത്. മുഷ്താഖ് റഹ്മാൻ സംവിധാനം ചെയ്ത അഭിരാമി എന്ന ചിത്രമാണ് മൂന്നാമത്തെ റിലീസ്. റോഷൻ ബഷീർ, സാറാ സിറിയക്ക്, ഹരീഷ്ണൻ എന്നിങ്ങനെ പുതുമുഖ നിരയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിന് ശ്രദ്ധേയ സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടില്ല. യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാതെ ഈ സിനിമയും കടന്നുപോയി. ഇന്ദ്രൻസ് നായകനായി വിക്കി തമ്പി സംവിധാനം ചെയ്ത ജമാലിന്റെ പുഞ്ചിരിയാണ് 4ാമത്തെ റിലീസ്. പ്രയാഗ മാർട്ടിൻ, ദിനേശ് പണിക്കർ, മിഥുൻ രമേശ് എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്കും കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല. രമേഷ് കുമാർ കോറമംഗലം സംവിധാനം ചെയ്ത മായമ്മ എന്ന മലയാള സിനിമയാണ് 5ാമത്തെ റിലീസ്. അങ്കിത വിനോദ്, അരുൺ ഉണ്ണി, വിജി തമ്പി, ജയൻ ചേർത്തല എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഈ ചിത്രത്തിനും ലിമിറ്റഡ് സ്ക്രീനുകളായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് വേണ്ടത്ര കളക്ഷൻ നേടിയെടുക്കാനായിട്ടില്ല. നവാഗതനായ സംജാദ് സംവിധാനം ചെയ്ത ഗോളം എന്ന സിനിമയാണ് 6ാമത്തെ റിലീസ്. ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുക തന്നെയാണ്. രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഈ സിനിമ ഈ ജൂൺ മാസത്തിലെ ആവറേജ് വിജയം സ്വന്തമാക്കിയ സിനിമ കൂടിയാണ്. ജൂൺ 14 വെള്ളിയാഴ്ച 4 മലയാള സിനിമകൾ തിയേറ്ററിലെത്തി. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ജെയ്കെ സംവിധാനം ചെയ്ത ഗിർ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ഒരാഴ്ച ആവറേജ് കളക്ഷനുമായി മുന്നോട്ട് പോയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ ഇടിവ് സംഭവിക്കുകയായിരുന്നു. നിലവിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5.5 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. പഴയകാല സംവിധായകനായ ടി എസ് സുരേഷ് ബാബു ഏറെ നാളുകൾക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ് DNA. ലക്ഷ്മി റായി പ്രധാന താരമായി എത്തുന്ന ഈ സിനിമയിൽ പുതുമുഖ താരം അഷ്കറാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത്. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ 10 ദിവസത്തോളം കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഫൈനൽ കളക്ഷനായി 2,80,00,000 രൂപ മാത്രമാണ് നേടിയെടുക്കാനായത്. കെ ഷമീർ സംവിധാനം ചെയ്ത മുറിവ് എന്ന ചിത്രമാണ് ജൂൺ 14 തിയേറ്ററിലെത്തിയ 3ാമത്തെ മലയാള സിനിമ. അജയ് വാസുദേവ്, ഷാരൂഖ് ഷമീർ, റിയാദ് മുഹമ്മദ്, ഫഹദ് വേണുഗോപാൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയ്ക്ക് 30,00,000 രൂപയാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത്. റായ് സിദ്ദീഖ് സംവിധാനം ചെയ്ത ഒരു കഥ പറയും നേരം എന്ന സിനിമയാണ് ജൂൺ 14 4ാമത്തെ റിലീസ്. സീമാജി നായർ, ഗീതാ വിജയം, റായ് സിദ്ദീഖ് എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. ഈ ചിത്രത്തിനും ശ്രദ്ധേയ സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത മലയാള സിനിമകളുടെ റിലീസ് ജൂൺ 21-നാണ്. 6 മലയാള സിനിമകളാണ് ജൂൺ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയത്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സ്വർഗത്തിലെ കട്ടറുമ്പാണ് ഇതിൽ ആദ്യത്തേത്. ജസ്പാൽ ഷൺമുഖൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഗായത്രി അശോകാണ് നായിക. ജോയി മാത്യു, ഗൗരി നന്ദ, അംബിക മോഹൻ, നിർമ്മൽ പാലാഴി, രാജേഷ് പറവൂർ, മനോഹരി ജോയി എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിര ഈ ചിത്രത്തിനുണ്ടെങ്കിലും വിജയിക്കാനായിട്ടില്ല ഈ സിനിമയ്ക്ക്. സിനിമ ആകെ 1.5 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജൂൺ 21 തിയേറ്ററിലെത്തിയ 2ാമത്തെ മലയാള സിനിമ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ അഭിനയിച്ച നടന്ന സംഭവം ആണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ സാമ്പത്തികമായി വിജയം വരിച്ചിട്ടില്ല. വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജോണി ആന്റണി, ശ്രുതി രാമചന്ദ്രൻ, ലിജോ ജോസ് മോൾ എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിര തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം ചിത്രം 3 കോടിയോളം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ജൂൺ 21 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത 3ാമത്തെ സിനിമ ഗഗനാചാരിയാണ്. അരുൺ ചന്തു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനാർക്കലി മരയ്ക്കാറാണ് നായിക. ഗോകുൽ സുരേഷ് നായകനാകുന്ന ഈ സിനിമ ലിമിറ്റഡ് സ്ക്രീനുകളിലാണ് തിയേറ്ററിലെത്തിയതെങ്കിലും ഇപ്പോൾ കൂടുതൽ തിയേറ്ററുകൾ പ്രദർശനം നടത്തുകയും മികച്ച കളക്ഷനോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗം ചിത്രീകരണം ഉടൻ ആരംഭിക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. ചിത്രം നിലവിൽ സാമ്പത്തികമായിട്ട് വിജയിച്ചിട്ടില്ല. EM അഷറഫ് സംവിധാനം ചെയ്ത മോണിക്ക ഒരു AI സ്റ്റോറി എന്ന സിനിമയാണ് ജൂൺ 21 5ാമത്തെ റിലീസ്.
ഗോപിനാഥ് മുതുകാട് പ്രധാന താരമാകുന്ന ഈ സിനിമയും സാമ്പത്തികമായി വിജയിച്ചിട്ടില്ല. ഈ ജൂൺ മാസത്തിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്തിട്ടുള്ള ഉള്ളൊഴുക്ക് ഈ ജൂൺ 21-നാണ് തിയേറ്ററിലെത്തിയത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഉർവശി, പാർവതി തിരുവോത്ത് എന്നിവരാണ് പ്രധാന താരങ്ങൾ. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരണം പൂർത്തിയായ ഈ സിനിമ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറ്റം തുടരുക തന്നെയാണ്. സിനിമയ്ക്ക് ആവറേജ് വിജയം നിലവിൽ സ്വന്തമാക്കാനായിട്ടുണ്ട്. GKN പിള്ള സംവിധാനം ചെയ്ത അങ്കിളും കുട്ടികളും എന്ന സിനിമ ജൂൺ 22-ന് തിയേറ്ററിലെത്തി. ആദിഷ് പ്രവീൺ, GKN പിള്ള, ശിവാനി, രാജീവ് പാല, നന്ദു പൊതുവാൾ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയിൽ ലിമിറ്റഡ് സ്ക്രീനുകളിലാണ് പ്രദർശനം നടത്തിയത്. ജൂൺ 28 വെള്ളിയാഴ്ച 4 മലയാള സിനിമകൾ തിയേറ്ററിലെത്തി. പ്രസന്ന വിത്തനകെ സംവിധാനം ചെയ്ത പാരഡൈസ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ശ്രീലങ്കൻ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ സിനിമയിൽ റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ 1 കോടിയോളം രൂപ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ബിനു അഗസ്റ്റിൻ സംവിധാനം ചെയ്ത ബിഗ് ബൻ എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. വിനയ് ഫോർട്ട്, അനു മോഹൻ, അതിഥി രവി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ആവറേജ് എബോ ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ അത്യാവശ്യം കളക്ഷനുമായി ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. ഒരാഴ്ച പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ ഏകദേശം 70 ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത കുണ്ടല പുരാണമാണ് മൂന്നാമത്തെ റിലീസ്. ഇന്ദ്രൻസ്, രമ്യ സുരേഷ്, ഉണ്ണിരാജ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. അത്യാവശ്യം എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഈ സിനിമയ്ക്ക് കളക്ഷൻ വളരെ കുറവാണ്. സാജിർ സദഫ് സംവിധാനം ചെയ്ത പട്ടാപ്പകൾ എന്ന സിനിമയാണ് ജൂൺ 28-ലെ 4ാമത്തെ റിലീസ്. സുധി കോപ്പ, രമേഷ് പിഷാരടി, ജോണി ആന്റണി, ഗോകുലൻ, അമിന നിജാം എന്നിങ്ങനെ നല്ലൊരു താരനിരയും ഈ ചിത്രത്തിലുണ്ടെങ്കിലും നിലവിൽ ഈ സിനിമയ്ക്കും വിജയമായി മാറാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ 21 മലയാള സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നെങ്കിലും അതിൽ ആവറേജ് വിജയം അല്ലെങ്കിൽ അത്യാവശ്യം ശ്രദ്ധേയമായി മാറാൻ കഴിഞ്ഞത് ഗോളം, ഉള്ളൊഴുക്ക്, ഗഗനാചാരി എന്നിങ്ങനെ 3 സിനിമകൾക്ക് മാത്രമാണ്. ഗിർ, നടന്ന സംഭവം, ലിറ്റിൽ ഹേർട്സ്, DNA എന്നിങ്ങനെ 4 സിനിമകൾ വിജയിക്കാനായിട്ടില്ലെങ്കിലും അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുക്കാനായി. അങ്ങനെ 7 സിനിമകൾ ഒഴിച്ച് ബാക്കി 14 സിനിമകളും സമ്പൂർണ്ണ പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും ഇവിടെ കളക്ഷൻ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.